പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതായി. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതായി. പഴി ദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടലേ. പഴി ദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടലേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 37 സങ്കീർത്തനം 19 വാക്യം. ദുഷ്കാലത്ത് അവർ ലജ്ജിച്ചു പോകുകയില്ല, ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നവർ കഷ്ടകാലങ്ങൾ ലജ്ജിക്കുകയില്ല, മറിച്ച് ക്ഷാമകാലത്ത് പോലും തൃപ്തരായിരിക്കുകയും സമൃദ്ധി അനുഭവിക്കുകയും ചെയ്യും എന്നാണ് ഈ വാക്യം വിശദീകരിക്കുന്നത്. നിഷ്കളങ്കരുടെ മേലുള്ള ദൈവിക കരുതലും അവരുടെ നിലനിൽക്കുന്ന അവകാശത്തെ ദുഷ്ടന്മാരുടെ താൽക്കാലിക അഭിവൃദ്ധിയുമായി താരതമ്യം ചെയ്യുകയും ചെയ്യുന്നു. വിശ്വാസികൾക്ക് അവർ ഒറ്റയ്ക്കല്ലെന്നും പ്രയാസകരമായ കാലഘട്ടത്തിൽ ദൈവം അവരെ ഉപേക്ഷിക്കത്തില്ലെന്നും ഈ വാക്യം നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. പ്രിയ സ്നേഹിതരെ, ദൈവത്തിന് ജീവിതം സമർപ്പിക്കുന്നവർക്ക് അവൻ്റെ ശാശ്വത ക്ഷേമത്തെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ ആശ്രയിക്കുവാൻ കഴിയുമെന്ന് ഈ വാക്യം നമ്മെ ഉറപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. കർത്താവെ, നിന്നിൽ ആശ്രയിച്ച് പ്രതികൂലങ്ങളിൽ നിലനിൽക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.